അർദ്ധവാർഷിക പരീക്ഷ 10ാം ക്ലാസ് ഫിഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും വിവരിക്കുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തവണ കേൾക്കുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ചോദ്യം വായിക്കാം. ഒന്നാമത്തത് സിൽ ബിമാ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. താഴെ 5 ചോദ്യങ്ങളുണ്ട്. ബ്രാക്കറ്റിൽ 5 ഉത്തരങ്ങളുണ്ട്. യോജിച്ചതിന് നേരെ നമ്മൾ എഴുതി കൊടുക്കുക. ഹിയ അഖദുൻ യഖ്തലി അൽ ഇസ്തിഹ്ഫാല, സൂക്ഷിക്കാൻ ഏൽപ്പിക്കലിനെ തേടുന്ന ഇടപാട് ഏതാണ്? അൽ വദീഅത്താണ്. രണ്ടാമത്തത് ഹിയ സുബൂത്തുൽ ഹഖി ഫി ഷൈഇൻ ലി അക്സറ മിൻ വാഹിദിൻ അലാ ജിഹത്തി ശുയൂഇ, ഒന്നിലധികം ആളുകൾക്ക് ഒരു വസ്തുവിൽ വ്യാപകമായ നിലക്ക് അവകാശം സ്ഥിരപ്പെടുന്നതിനാണ് പങ്കാളിത്തം എന്ന് പറയുന്നത്, അഥവാ ശിർക്കത്ത്. മൂന്നാമത്തത് ഹിയ തബറുൻ ബി ഹഖിൻ മുലാഫിൻ ലിമാ ബഅദൽ മൗത്ത്, മരണാന്തര കാലത്തേക്ക് ചേർത്തുകൊണ്ട് ഒരവകാശത്തെ മറ്റൊരാൾക്ക് ദാനം ചെയ്യലാണ് വസിയത്ത് എന്ന് പറയുന്നത്. വസിയത്ത് ഒരു സുന്നത്തായ കാര്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നാലാമത്തത് ഹുവ ഇഖ്ബാറു ഷഖ്സിൻ ബി ഹഖിൻ അലൈഹി, ഒരു വ്യക്തി മറ്റൊരാൾക്ക് നൽകാനുള്ള അവകാശം സ്ഥിരീകരിച്ച് പറയുന്നതിന് ഇഖ്റാർ എന്ന് പറയും. ഏതാണ് ചോദിച്ചത്? അൽ ഇഖ്റാർ എന്നാണ്. അഞ്ചാമത്തത് ഹുവ അഖ്ദു ഖൗലിൽ മുജ്തഹിദി മിൻ ഗൈരി മഅരിഫത്തി ദലീലിഹി, തെളിവ് അറിയാതെ തന്നെ മുജ്തഹിദിൻ്റെ വാക്കിനെ പിടിക്കുന്നതിനാണ് തഖ്ലീദ്, പിൻപറ്റുക എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞ 5 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ 4 പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ഡെഫിനിഷനുകളാണ്. അപ്പോൾ 1-2 തവണ കേട്ടുകൊണ്ട് അതിൻ്റെ അറബിയും അർത്ഥവും ആശയവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് തമ്മീം, പൂർത്തിയാക്കാനാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് പകരം ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയത്തോടെ അറിയിക്കുന്നു. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനത്തിൽ അൽഹംദുലില്ലയോ മറ്റെന്തെങ്കിലും താങ്ക്സോ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. വായിക്കാം. 1. അൻ നിക്കാഹു അഖ്ദുൻ യതളമ്മനു ഇബാഹത്ത വത്ഇൻ ബിലഫ്ലി ഇൻകാഹിൻ, ഇൻകാഹിൻ്റെ പദം കൊണ്ട് ബന്ധപ്പെടുന്നതിനെ ഹലാലാക്കുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ഇടപാടാണ് നിക്കാഹ്. അവിടെ വിട്ടുപോയത് ഏതാണ്? ഔ തസ്വീജിൻ, അല്ലെങ്കിൽ സവ്വജത്തുക പോലെയുള്ള പദങ്ങൾ കൊണ്ട് തസ്വീജിൻ്റെ കല്യാണം കഴിച്ചു തന്നു എന്നറിയിക്കുന്ന പദം, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു തന്നു എന്നറിയിക്കുന്ന പദം. ഈ 2 പദം കൊണ്ട് വത്ഇനെ ബന്ധപ്പെടുന്നതിനെ ഹലാലാക്കി തരുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ഇടപാടാണ് നിക്കാഹ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിയിൽ വരച്ചു വെച്ചോളൂ, ഉറപ്പായിട്ടും ചോദിക്കും. രണ്ടാമത്തത് വശുരിത്ത ഫി നിക്കാഹിൻ കബൂലുൻ മുത്തസിലുൻ, നിക്കാഹിൽ മുത്തസിലായ ചേർന്നുകൊണ്ടുള്ള കബൂല് വേണം. വിവാഹം ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയി ഒരു ഉറക്കൊക്കെ ഉറങ്ങി നീച്ചു വന്നിട്ട് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പറ്റില്ല. വേഗം തന്നെ ബിൽ ഈജാബി മിനസ് സൗജി, ഭർത്താവിൽ നിന്നുള്ള ഈജാബ് ചേർന്നുകൊണ്ട് തന്നെ ഉണ്ടാവണം. ഈജാബ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചു എന്നുള്ള മറുപടി ഭർത്താവിൽ നിന്ന് വേഗം തന്നെ ഉണ്ടാവണം. മൂന്നാമത്തത് കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു യഹ്റുമു മിനർ റളാഇ, മുലകുടി ബന്ധത്തിൽ ഹറാമാകും. മാ യഹ്റുമു മിനൻ നസബി, തറവാട് ബന്ധത്തിലൂടെ ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാകും. അപ്പോൾ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മ നമ്മുടെ ഉമ്മയാണ്, അവരുടെ ഭർത്താവ് നമ്മുടെ പിതാവാണ്. അങ്ങനെ ആ ഒരു ബന്ധം അവിടെ സ്ഥിരപ്പെടും. അവരുടെ മക്കൾ നമ്മുടെ സഹോദരന്മാരാണ്. അപ്പോൾ ആ നിലക്ക് നമ്മളതിനെ മനസ്സിലാക്കണം. നാലാമത്തത് വൽ അമ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിയ ഉഖ്തു അബീക്ക, നിൻ്റെ ഉപ്പയുടെ സ്വന്തം പിതാവിൻ്റെ സഹോദരിക്കാണ് അമ്മത്ത് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊക്കെ ഒരു തവണ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ഇനിയില്ലെങ്കിൽ അവസാനം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു തവണ കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഉപകാരപ്പെടും. മൂന്നാമത്തത് ഉക്തുബു ഇസ്നൈനി, 2 വീതം എഴുതാനാണ്. അതിലൊന്ന് മിൻ ഷുറൂത്തിൽ വലിയിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഒരു രക്ഷിതാവാനുള്ള ഷർത്തുകൾ. 1 അദാലത്ത്, ഹുരിയത്ത്,
തെക്കിലീഫ് ദുക്കൂറത്ത് അദാലത്ത് നീതിമാനായിരിക്കണം. ഹുരിയത്ത് അടിമയാകാൻ പറ്റില്ല, സ്വതന്ത്രനായിരിക്കണം. തെക്കിലീഫ് പക്വതയും പ്രായമൊക്കെ എത്തണം. ദുക്കൂറത്ത് പുരുഷനുമായിരിക്കണം. രണ്ടാമത്തത് മിൻ അർക്കാനിൽ വഖഫി, വഖഫിൻ്റെ റുക്നുകൾ. വാക്കിഫ് വേണം, വഖഫ് ചെയ്യുന്നയാൾ. മൗക്കൂഫുൻ അലൈഹി, ആരുടെ മേലാണ് വഖഫ് ചെയ്യുന്നത് അത് വേണം. മൗക്കൂഫ്, പിന്നെ വഖഫ് ചെയ്യപ്പെടുന്ന സാധനം വേണം, പദം വേണം. ഇനി മൂന്നാമത്തത് മിനൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബുകൾ ഏതൊക്കെയാണ്? അബൂ ഹനീഫ, മാലിക് ഇമാം, ഷാഫിഈ ഇമാം, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും. ഇവരാണ് 4 മദ്ഹബിൻ്റെ ഇമാമിമാർ. നോട്ട് ചെയ്ത് വെക്കുക. ഇനി നാലാമത്തത് ഉക്തുബു ഇസ്നൈനി, 2 വീതം എഴുതി കൊടുത്താൽ മതി. 2 അതിൽ വരുന്നതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്, ഓർമ്മിച്ചെടുത്ത് എഴുതാവുന്നതാണ്. അതിലൊന്ന് അർക്കാനു നിക്കാഹ്, ഏറെക്കുറെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണിത്. നിക്കാഹിൻ്റെ റുക്നുകൾ ആരൊക്കെയാണ്? സൗജ്, സൗജത്ത്, ഭാര്യ, ഭർത്താവ്, ഷാഹിദാനി 2 സാക്ഷികൾ, വലിയ, രക്ഷിതാവ്. രണ്ടാമത്തത് ഷുറൂത്തുൽ വലിയിൻ്റെ ഷർത്ത് എന്തൊക്കെയാണ്? അദാലത്ത്, ഹുരിയത്ത്, തെക്ലീഫ്, ദുക്കൂറത്ത്. നീതിമാനാവുക, സ്വതന്ത്രനാവുക, അതുപോലെ തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടാവുക, പുരുഷനാവുക. മൂന്നാമത്തത് അൽഫാദുൽ ഖബൂൽ ഫിൻ നിക്കാഹ്, നിക്കാഹിൽ കബൂലിൻ്റെ പദങ്ങൾ ഏതൊക്കെയാണ്? നിക്കാഹ് സ്വീകരിച്ചു എന്നറിയിക്കുന്ന പദങ്ങൾ. തസവ്വത്തുഹ, ഞാൻ അവളെ വിവാഹം ചെയ്തു. ഔ നക്കഹ്തുഹ, അല്ലെങ്കിൽ ഞാൻ അവളെ നിക്കാഹ് ചെയ്തു. ഔ ഖബിൽതു, അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചു. ഔ റളീതു നിക്കാഹ, അവളുടെ നിക്കാഹിൽ ഞാൻ പൊരുത്തപ്പെട്ടു. ഈ പദങ്ങളൊക്കെ നിക്കാഹിൻ്റെ കബൂലിൽ നമുക്ക് പറയാൻ പറ്റുന്ന പദങ്ങളാണ്. നാലാമത്തത് ഷുറൂത്തു സൗജ്, സൗജിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്? തഅയീൻ ഉണ്ടാവണം, ഇന്ന ആളാണെന്നുള്ളത് കൃത്യമായി ക്ലിപ്തമാവണം. വ അദമു മഹ്റമത്തിഹി, വിവാഹബന്ധം നിഷിദ്ധമായവൻ അല്ലാതിരിക്കണം. അല്ലാ തകൂന തഹ്തഹു അർബഉ മിനസ് സൗജാത്തി, അവൻ്റെ കീഴിൽ 4 ഭാര്യമാർ ഇല്ലാതിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ഭർത്താവിൻ്റെ നിബന്ധനകളാണ്. തഅയീനാവണം, ഇന്ന ആളാണെന്നുള്ളത് ഉറപ്പാവണം. അതുപോലെ തന്നെ വിവാഹബന്ധം നിഷിദ്ധമായവനാവാതിരിക്കണം, അവൻ്റെ കീഴിൽ 4 ഭാര്യമാർ ഇല്ലാതിരിക്കണം. ഇനി അഞ്ചാമത്തത് ഫവാഹിദു നിക്കാഹ്, നിക്കാഹിൻ്റെ ഫവായിദുകൾ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയുന്ന കാര്യമാണ്, കാരണം നമുക്കൊക്കെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. ഇത്തിബാഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റുക. വഹിഫുലു ദീൻ സൂക്ഷിക്കുക. വബഖാഉ നസ്ൽ, നമ്മുടെ പരമ്പര അവശേഷിക്കുക. ഇത്തിബാഉ സുന്നത്തിനെ ചര്യയെ മുറുകെ പിടിക്കുക. ഹിഫ്ളു ദീൻ മതത്തെ സൂക്ഷിക്കുക. കല്യാണം കഴിച്ചാൽ ഒരുപാട് തെറ്റിൽ നമുക്ക് മാറിയിക്കാൻ പറ്റും. വബഖാഉ നസ്ൽ, നമ്മുടെ സന്താന പരമ്പര ഇവിടെ അവശേഷിക്കും. ഇനി അഞ്ചാമത്തത് ബയ്യിൻ, വ്യക്തമാക്കാനാണ്. അതിലൊന്നാമത്തത് അൽ ബിൻതു, മകൾ. എൻ്റെ മകൾ എന്ന് ഞാൻ ആരെക്കുറിച്ചാണ് പറയുക? ഒന്നെങ്കിൽ എൻ്റെ പെൺകുട്ടിയെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഉണ്ടായ മകളെക്കുറിച്ചും മകൾ എന്ന് പറയും. അതിൻ്റെ അറബിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൻ വലത്തഹ, ഒന്നെങ്കിൽ നീ ജന്മം നൽകിയവൾ, അല്ലെങ്കിൽ ഔ വലത്ത മൻ വലതഹ, നീ ജന്മം നൽകിയവൾ, ജന്മം കൊടുത്തവൾ, പേരക്കുട്ടി. ഇനി അൽ ഉമ്മ, മൻ വലത്തുക, നിന്നെ പ്രസവിച്ചവൾ, അല്ലെങ്കിൽ ഔ വലത്തു മൻ വലതക്ക, നിന്നെ പ്രസവിച്ചവൾ, അവർ ഉമ്മാമ. അപ്പോൾ ഉമ്മാമയും നമുക്ക് ഉമ്മയാണ്. അപ്പോൾ അതിൻ്റെ മലയാളം ആദ്യം പഠിച്ചു വെക്കണം, എന്നിട്ടാണ് അതിൻ്റെ അറബി. അപ്പോൾ ഇതുപോലെ വേറെയും ആളുകളുണ്ടല്ലോ, അവരിത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏറെക്കുറെ പരീക്ഷയ്ക്ക് വരുന്ന വിഷയങ്ങളാണ് അതൊക്കെ. പിന്നെ നിക്കാഹ് നമ്മൾ പറഞ്ഞതാണ്, എന്താണ് നിക്കാഹ് എന്നുള്ളത്. പ്രധാന ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയ കഴിഞ്ഞ പരീക്ഷകളിൽ നിന്നുള്ള പ്രധാന ചോദ്യങ്ങൾ കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിക്കാഹിൻ്റെ 2 വട്ടം വന്നിട്ടുണ്ട്. ഹുവാഖുദുൻ യത്തലമ്മനു വിവാഹത്ത വത്ത് ബിലഫ്ലിൻ ഇൻകാഹിൻ ഔ തസ്വീജിൻ, കല്യാണം കഴിച്ചു തന്നു എന്നോ നിക്കാഹിൻ്റെ പദം കൊണ്ടോ വത്തുഇനെ ഹലാലാക്കുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ഇടപാടാണ്. പിന്നെ വസിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, വസിയത്തു തബർഉ ബിഹഖി മുലാഫിൽ ലിമ ബഅദൽ മൗത്ത്,
ഇനി ആറാമത്തത് വന്നിട്ടുള്ളത് അജിബ്, ഉത്തരം എഴുതാനാണ്. മൈ യഹ്റുമു ബിൻ നസബ്, തറവാട് കൊണ്ട് നിഷിദ്ധമാകുന്നവർ, വിവാഹം ചെയ്യാൻ പറ്റാത്തവർ ആരൊക്കെയാണ്? ഉമ്മ, അൽ ഉമ്മ, ഉമ്മ, ബിൻത്ത് മകളാണ്, വൽ ഉഖ്ത് സഹോദരിയാണ്, അമ്മത്ത് ഉപ്പയുടെ സഹോദരിയാണ്, വൽ ഖാലത്ത് ഉമ്മയുടെ സഹോദരിയാണ്, ബിൻതുൽ അഖ് സഹോദരൻ്റെ മകളാണ്, ബിൻതുൽ ഉഖ്ത് സഹോദരിയുടെ മകൾ. ഇവരൊക്കെ വിവാഹബന്ധം നിഷിദ്ധമായവരാണ്. ഇനി അടുത്തത് തക്ലീദു മാഹുവ. തക്ലീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ദു കൗലിൽ മുജ്തഹിദി മിൻ ഗൈരി മാരിഫത്തി ദലീലിഹി, തെളിവ് ചോദിക്കാതെ അറിയാതെ തന്നെ മുജ്തഹിദിൻ്റെ വാക്കിനെ പിടിക്കുന്നതിനാണ് തക്ലീദ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. മൂന്നാമത്തത് അൽ ഇഖ്റാറു മാഹുവ, അതും നമ്മൾ പറഞ്ഞു. പിന്നെ നാലാമത്തത് ലാ തസിഹുൽ വസിയത്ത് ഫി സായിദിൻ അലാ സുലുസിൻ മത്ത, മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ മരിച്ച ആൾക്ക് വസിയത്താക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചാൽ എൻ്റെ എല്ലാ പൈസയും പള്ളിക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മക്കൾ തടഞ്ഞാൽ ഇൻ റദ്ദുഹു വാരിസൻ, അനന്തരാവകാശികൾ തടഞ്ഞാൽ അത് ശരിയാവുകയില്ല. അപ്പം 1/3 മാത്രമേ പോവുള്ളൂ. ഇപ്പോൾ 1,00,000 ആകെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 30,000 റുപ്യ പള്ളിക്ക് പോകും, ബാക്കി 60,000 റുപ്യ അനന്തരാവകാശികളെടുക്കും. കാരണം ഇൻ റദ്ദഹു വാരിസുൻ, അനന്തരാവകാശികളത് തടഞ്ഞു. അപ്പോൾ ഇതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു, വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാ പാഠങ്ങളും പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട ഭാഗങ്ങൾ അധികവും അറബിയിലാണല്ലോ നമുക്ക് എഴുതാനുള്ളത്. അറബിയിൽ തന്നെ പഠിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. പോയിന്റുകളൊക്കെ വേറെ വേറെ എഴുതി വെക്കുക. താരീഫാത്തുകൾ, ഡെഫിനിഷനുകളൊക്കെ പഠിക്കുക. ആയത്തുകളോ ഹദീസുകളോ ഉണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണണം. പൊതുപരീക്ഷ വരാനുണ്ട്. നല്ല ക്ലാസ്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ലൈക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.